2024 ഏറ്റവും വലിയൊരു തമാശയാണ് ഇന്ന് രാവിലെ കേട്ടത്. CPM-ന്റെ പ്രകടന പത്രിക പുറത്തു വന്നു. അതിൽ പറയുന്നത് വലിയ തമാശയാണ്. ഇന്ത്യ എങ്ങനെ 50 വർഷം പുറകോട്ട് കൊണ്ടുപോകാം എന്നതാണ്. വികസനം എന്ന 4 അക്ഷരം CPM-ന് അലർജിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പുരോഗതിയുടെ മുകളിലേക്ക് കയറുന്നത് CPM-ന് സഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇനി ഇന്ത്യ ഭരിക്കാനുള്ള പുറപ്പാടിൽ CPM ഒരുങ്ങുന്നത്. ആർട്ടിക്കിൾ 370 കൊണ്ടുവരണം. കാശ്മീർ ഇപ്പോൾ സമാധാന അന്തരീക്ഷത്തിൽ ഇരിക്കുന്നത് തന്നെ ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയത് കൊണ്ടാണ്. കാശ്മീരിന്റെ സമാധാനം CPM-ന് അധികം സുഖിക്കുന്നില്ല. അതുകൊണ്ട് 370 തിരിച്ചു കൊണ്ടുവരണം. അതുപോലെ സെൻട്രൽ ഏജൻസിയുടെ PMLA പോലുള്ള ആക്ട് എല്ലാം ബാൻ ചെയ്യണം. അതായത് ഇന്ത്യയുടെ പുരോഗതിക്ക് എതിരായ മാത്രം പ്രവർത്തിക്കുന്ന CPM ഇന്ത്യയുടെ ഭരണത്തിൽ വരാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയെന്നത് കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. വിരലിൽ എണ്ണാവുന്ന സീറ്റുകൾ മാത്രമുള്ള ഈ പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ആഗ്രഹിക്കുന്നതിലൊരു പരിധിയുണ്ട്. ഇതിപ്പോ ഇന്ത്യൻ ജനതയ്ക്ക് ചിരിക്കാനൊരു വകയായിട്ടുണ്ട്. ദേശീയ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാനാണ് ഇങ്ങനെ ഒരു പ്രകടന പത്രികയെങ്കിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഇന്ധന വില കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 50 രൂപയ്ക്ക് പെട്രോൾ നൽകും. ആദ്യം ഒന്ന് CPM മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ആഗോള തലത്തിൽ കൂടുന്ന ഒന്നാണ് പെട്രോൾ വില. ക്രൂഡ് ഓയിലിന്റെ വില മാറുന്നതിനനുസരിച്ച് പെട്രോൾ വിലയിലും മാറ്റം സംഭവിക്കാം. അല്ലാതെ വായിൽ തോന്നുന്നത് ഇലക്ഷന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാനൊക്കെ വേണ്ടി വിളിച്ചു പറയാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. CPM പ്രകടന പത്രിക തന്നെ ഒരു വലിയ തമാശയാണ്. അപ്പോഴാണ് അതിൽ എഴുതിയിരിക്കുന്ന വാഗ്ദാനങ്ങളും. അങ്ങനെയെങ്കിൽ ഈ സ്വർണം തീ പിടിച്ച വിലയാണ്, അതും കൂടി ഒന്ന് കുറയ്ക്കണം സഖാക്കളെ. ഒരുപാട് പെൺമക്കൾമാരുടെ അച്ഛനമ്മമാർ കാത്തിരിക്കുന്ന വാർത്തയാണത്. ഇതൊന്നും അറിയാതെയാണ് ഇന്ത്യൻ ജനതയെ ഭരിക്കാനുള്ള പുറപ്പാടിൽ CPM ഒരുങ്ങിയിരിക്കുന്നത്. ഇവിടെ നടക്കാൻ പോകുന്നത് CPM ദേശീയ അധികാരത്തിൽ വന്നാലുള്ള ഒരു അവസ്ഥയൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതൊരിക്കലും വരില്ല, എന്നാലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നതിനും നല്ലത് 50 വർഷം മുൻപ് ഇന്ത്യയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചാൽ മതി. പൊള്ളയായ വാഗ്ദാനങ്ങളൊന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട. കമ്മ്യൂണിസം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു പ്രസ്ഥാനമാണ്. അവർക്ക് വികസനം എന്താണെന്ന് പോലും അറിയില്ല. ജനത്തെ പറ്റിച്ചുണ്ടാക്കുന്ന ബക്കറ്റ് പിരിവിൽ നിന്നും ഉണ്ടാക്കുന്ന ഒന്നല്ല വികസനം. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടതായി ഒന്നുണ്ട്. CPM വന്നാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. UAPA പോലുള്ള ബില്ലുകൾ ബാൻ ചെയ്യുമെന്ന് ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ 2019 അമിത്ഷാ ലോകസഭയിൽ അവതരിപ്പിച്ച ഒരു ബില്ലാണിത്. ഇത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ബില്ലാണ്. തീവ്രവാദം നടത്തുകയോ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുകയോ ചെയ്യുന്ന സംഘടനകളെ കേന്ദ്ര ഗവൺമെന്റ് ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കും. അങ്ങനെ കേന്ദ്രം പ്രഖ്യാപിച്ച ഒരു സംഘടനയാണ് ഈ പോപ്പുലർ ഫണ്ട്. ഈ ഒരു ബില്ലാണ് ഇല്ലാതാക്കാൻ CPM ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ ജനത ഇപ്പോൾ അനുഭവിച്ചു വരുന്ന സമാധാനത്തെ ഇല്ലാതാക്കാനുള്ള ഒരു നീക്കമാണ് CPM നടത്തുന്നത്. അതായത് പട്ടിണി കൊണ്ട് ഇന്ത്യൻ ജനതയെ ഇല്ലാതാക്കുകയാണ് CPM ചെയ്യുന്നത്. എന്തൊരു വിവരം കെട്ട ചിന്താഗതിയാണല്ലേ. രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഭീകര പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി CPM നടത്തുന്ന വിഷം മാത്രം വിളമ്പുന്ന പ്രകടന പത്രിക. ഇവിടെ CPM ഉദ്ദേശിക്കുന്നത് പോപ്പുലർ ഫണ്ടിനെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ്. ഒരിക്കലും CPM ഈ സ്ഥാനത്ത് വരില്ല. എങ്കിലും ഒരു കാര്യമെങ്കിലും ഉണർന്ന് ചിന്തിക്കാൻ ഇവർക്ക് സാധിച്ചൂടെ? PMLA റദ്ദാക്കും എന്ന് പറയുന്നത് കള്ളപ്പണം നിരോധന നിയമമാണ് ഇവിടെ ഇല്ലാതാക്കാൻ പോകുന്നത്. ഇതൊക്കെയുള്ള കാരണം സാന്റിയാഗോ മാർട്ടിൻ പോലുള്ളവരാണല്ലോ CPM-ന്റെ വലം കൈ. അതുകൊണ്ട് ഇതുപോലുള്ള നിയമങ്ങൾ ഒഴിവാക്കിയാലാണല്ലോ പാർട്ടിയുടെ സഹായികളായിട്ടുള്ള ഈ പോപ്പുലർ ഫണ്ടിനെയും സാന്റിയാഗോ മാർട്ടിനെയും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഭൂരിഭാഗം ഇന്ത്യൻ ജനതയ്ക്കും വിവരമുള്ളത് കൊണ്ട് CPM എന്ന പാർട്ടി ഒരിക്കലും കേന്ദ്രം കാണില്ല എന്നുള്ള ഉറപ്പാണ്. ഈ പ്രകടന പത്രികയിൽ പ്രകടിപ്പിച്ചതെല്ലാം കക്ഷത്തിൽ വെച്ചുകൊണ്ട് തിരിച്ചു വിടുന്നതാണ് CPM-ന് നല്ലത്.